വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ പുറത്തിരിക്കുന്ന സുസ്മിതയെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ വിഷ്ണു തിരികെ അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീടാണ്. അവിടെ ഗോപാലകൃഷ്ണൻ ഇരുന്ന് പത്രം വായിക്കുന്നു. അടുത്ത് തന്നെ ബാലചന്ദ്രൻ ഇരുന്ന് എന്തോ കഴിച്ചുകൊണ്ട് ഫോണിലൊക്കെ നോക്കിയിരിക്കുകയാണ്. അന്നേരം അവിടേക്ക് വന്ന രാജേശ്വരി രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് അങ്ങ് ആകെ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്ത് പറ്റി ചേച്ചിയെന്ന്. അന്നേരം രാജേശ്വരി പറയുകയാണ്, ഇനി എന്തു പറ്റാൻ, അമ്പലത്തിലേക്ക് പോലും പോകാൻ വയ്യ. അവിടെ ആകെ അങ്ങ് വിരിഞ്ഞു നിൽക്കുകയാണ് മുൻപത്തെ ഭാര്യ. വീണ്ടും ശാരദയെ പറ്റി മോശമായിട്ട് സംസാരിക്കുകയാണ് രാജേശ്വരി. അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, നീ വീണ്ടും പഴയതൊക്കെ പുറത്തേക്ക് എടുത്തിടുകയാണോ എന്ന്. അന്നേരം രാജേശ്വരി പറയുകയാണ്, ഇത് പഴയതൊന്നുമല്ല, പുതിയത് തന്നെയാണ്. വീണ്ടും ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ശാരദ നിന്നോടെങ്കിലും പറഞ്ഞതിന് ഇപ്പോൾ ഞാൻ എന്താണ് പിഴച്ചത്. അന്നേരം രാജേശ്വരി പറയുകയാണ്, അവളുടെ ഇപ്പോഴത്തെ ബലവും ആത്മവിശ്വാസവും ഒക്കെ ആരാണെന്ന് എനിക്ക് നല്ല ബോധ്യമാകുന്നുണ്ട്. അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ നോക്കിയിട്ട് നിങ്ങളാരും ശ്രമിക്കുന്നില്ലല്ലോ എന്നും രാജേശ്വരി പരാതി പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, അതിന് വേണ്ട കരുക്കളൊക്കെ നീ സ്വന്തമായിട്ട് തന്നെ നീക്കുന്നുണ്ടല്ലോ എന്ന്. അന്നേരം വീണ്ടും രാജേശ്വരി ചോദിക്കുകയാണ്, എനിക്ക് മനസ്സിലായില്ല. അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, നീ അതൊന്നും ചെയ്യാതെ 30 പവൻ്റെ മുക്കുപണ്ടം എങ്ങനെയാണ് ശാരദയുടെ വീട്ടിലെത്തിയത്? അതും അവൾ കാതിലോതി തന്നോ എന്ന് രാജേശ്വരി ചോദിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ആരും എനിക്ക് കാതിലൊന്നും ഓതി തന്നതല്ല, അതെല്ലാം ഞാൻ നേരിട്ട് കണ്ടതാണ്. നീ എന്നെ കഷായം തന്ന് കൊല്ലാൻ നോക്കിയില്ലേ, അന്നേരം എനിക്ക് 2ാം ജന്മം തന്നത് ശാരദയാണ്. റോഡിൽ കിടന്ന എന്നെ വൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയതാണ് ശാരദ. പിന്നീട് വൈദ്യൻ അവിടെ നിന്ന് മറുമരുന്ന് തന്നില്ലായിരുന്നെങ്കിൽ ഈ തടി ഇതേപോലെ നിന്റെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു. അങ്ങനെ തുടർന്നുള്ള സംഭവങ്ങൾ ഗോപാലകൃഷ്ണൻ രാജേശ്വരിയോട് പറയുന്നുണ്ട്. ശാരദയ്ക്ക് വേണമെങ്കിൽ എന്നെ കണ്ടില്ലാന്ന് നടിച്ച് പോകാമായിരുന്നു. അവളെയും മക്കളെയും നടുക്കടലിൽ ഉപേക്ഷിച്ചവനല്ലേ ഞാൻ. അപ്പോൾ പിന്നെ അവൾക്കതിൻ്റെ കാര്യമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ജീവൻ തിരിച്ചു തരികയാണ് ശാരദ ചെയ്തത്. അങ്ങനെ ശാരദാമ്മ ചെയ്ത നല്ല പ്രവർത്തികളെ പറ്റി രാജേശ്വരിയോട് ഗോപാലകൃഷ്ണൻ പറയുന്നു. അന്നേരം ദേഷ്യം കൊണ്ടങ്ങ് ജ്വലിക്കുകയാണ് രാജേശ്വരി. അല്ലാതെ കൂടെ ജീവിക്കുന്നവനെ കഷായം കൊടുത്ത് കൊല്ലാൻ നോക്കുന്നവളല്ല പെണ്ണ് എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. അങ്ങേരെ ഓഹോ അതും നടന്നോ, തീർന്നോ എന്ന് രാജേശ്വരി ചോദിക്കുന്നുണ്ട്. അന്നേരം കൈ ഉയർത്തിക്കാട്ടി ഗോപാലകൃഷ്ണൻ പറയുകയാണ്, തീർന്നില്ല, ഇനിയുമുണ്ട് കാര്യങ്ങൾ. നീ അവിടെ എന്നെ തിരക്കി റെയ്ഡിന് വന്നില്ലേ, അന്നേരവും ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നോ? അന്ന് നീ അവിടെ വന്നപ്പോൾ എന്നെ കിട്ടിയാൽ നിന്റെ ഉദ്ദേശവും നിന്റെ അന്നേരത്തെ പ്രതികാരവും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. പിന്നെ നീ അമ്പലത്തിൽ വന്നു നിന്ന് സ്നേഹം അഭിനയിച്ചപ്പോൾ ഞാനും അതിനേക്കാൾ നന്നായിട്ട് അങ്ങ് അഭിനയിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് ബാലചന്ദ്രനും. പിന്നെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഉണ്ടാക്കിയ സ്വത്തൊക്കെ നിങ്ങൾക്ക് ദാനം തന്നിട്ട് ഭ്രാന്തനായിട്ട് നടക്കുകയൊന്നും ഇല്ല ഈ ഗോപാലകൃഷ്ണൻ. അങ്ങനെ നടക്കാനായിട്ട് ഭ്രാന്തൊന്നും ഇല്ല ഈ ഗോപാലകൃഷ്ണന്. പിന്നെ എൻ്റെ വിൽപത്രം ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ സംശയകരമായ സാഹചര്യത്തിൽ എൻ്റെ മരണമെങ്ങാനും സംഭവിച്ചാൽ ഒരു നുള്ളു മണ്ണ് നിനക്ക് കിട്ടില്ല രാജേശ്വരി എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് ചേച്ചിയും അനിയനും. പിന്നെ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, 30 പവൻ മുക്കുവണ്ടം കൊടുത്ത് നീ തകർക്കാൻ നോക്കിയത് എൻ്റെ മൂത്ത മകളുടെ ജീവിതമാണ്. രക്തം വാർന്ന് റോഡിൽ കിടന്നപ്പോൾ സ്വന്തം രക്തമൂറ്റി എന്നെ രക്ഷിച്ച എൻ്റെ മൂത്ത മകൾ. ഇനിയും നീ എൻ്റെ മക്കളുടെ ജീവിതം വെച്ച് കളിക്കാൻ നോക്കിയാൽ ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് കളത്തിലിറങ്ങുമെന്ന് എന്നൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണൻ രാജേശ്വരിയെ വെല്ലുവിളിക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ്റെ ആ ഭാവമാറ്റത്തിൽ ആകെ പകച്ചു നിൽക്കുകയാണ് ബാലചന്ദ്രൻ. എല്ലാം കൈവിട്ടു പോയി എന്ന് അന്നേരം ബാലചന്ദ്രനും രാജേശ്വരിക്കും മനസ്സിലാകുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ പോയ ശേഷം നീ എന്താടാ ഒന്നും മിണ്ടാതെ നിന്നത് എന്നും പറഞ്ഞ് ബാലചന്ദ്രനെ പിടിച്ച് തള്ളുന്നുണ്ട് രാജേശ്വരി. അന്നേരം ദേഷ്യപ്പെട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, എല്ലാം ചേച്ചി ഒറ്റയ്ക്ക് അങ്ങ് ചെയ്തോളാം എന്നല്ലേ പറഞ്ഞത്, അങ്ങോട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങ് പുറത്തേക്കും പോകുന്നു. ശാരദയുടെയും മക്കളുടെയും തലയേറ്റ് വീഴും വരെ ഈ രാജേശ്വരി ഒറ്റയ്ക്ക് തന്നെ പയറ്റുമെന്ന് പിറുപിറുത്തുകൊണ്ട് രാജേശ്വരി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയുടെ ചായക്കടയാണ്. അവിടെ ശങ്കരേട്ടനിരുന്ന് പത്രം വായിക്കുന്നു. ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ വന്നിരിപ്പുണ്ട്. ശാന്ത അവർക്കൊക്കെ ഭക്ഷണവും വിളമ്പുന്നു. തുടർന്ന് പത്രത്തിലുള്ള വാർത്തകളെക്കുറിച്ചൊക്കെ ശങ്കരേട്ടൻ പറയുന്നുണ്ട്. കുഴിമന്തിയെക്കുറിച്ചും അൽഫാമിനെക്കുറിച്ചും ഷവർമയെക്കുറിച്ചുമൊക്കെ പറയുന്നു. അന്നേരം ശാന്ത പറയുകയാണ്, ഇതൊക്കെ കേട്ടാലേ ഞാൻ ആദ്യം വിചാരിച്ചത് ഏതൊക്കെ ജീവികളുടെ പേരെന്നാണ്. അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളും കുശലാന്വേഷണങ്ങളും ഒക്കെ നടത്തുകയാണ് അവിടെ ഇരുന്ന്. ഈ ഒരു സമയത്താണ് ശ്രീരഞ്ജിനി അവിടേക്ക് വരുന്നത്. അന്നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരും ശങ്കരേട്ടനും ഒക്കെ എഴുന്നേൽക്കുകയാണ്. ശാന്തയോട് വിശേഷം ചോദിച്ച ശേഷം ശ്രീരഞ്ജിനി അവരോടൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചാട്ടെ, ഞാനും നിങ്ങളെപ്പോലെ ഒരു കസ്റ്റമറാണെന്ന്.
തുടർന്ന് ശാന്തയിൽ നിന്നും ചായ വാങ്ങി കുടിക്കുമ്പോൾ ശ്രീരഞ്ജിനി ശാരദാമ്മയും മക്കളെയും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. അന്നേരം ശാലിനി സത്യാമ്മയുടെ വീട്ടിലാണ്, ശാരിമോൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. അന്നേരം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരക്കുകയാണ് ശ്രീരഞ്ജിനി. അന്നേരം ഭക്ഷണം കഴിക്കാൻ ഇരുന്നവരെ ഒന്ന് നോക്കുകയാണ് ശാന്ത. അന്നേരം ശ്രീരഞ്ജിനി പറയുന്നുണ്ട്, ശാന്ത വന്നേ, വാ നമുക്ക് പുറത്തോട്ടിരുന്ന് സംസാരിക്കാം. തുടർന്ന് ശ്രീരഞ്ജിനിയോട് ശാന്ത ശാരികയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. വിജയലക്ഷ്മി കൊണ്ടുവന്നാക്കിയതും മുക്കുപണ്ടത്തിൻ്റെ കാര്യവും എല്ലാം പറയുകയാണ് ശാന്ത ശ്രീരഞ്ജിനിയോട്. അതേസമയം അകത്ത് വിഷമിച്ചിരിക്കുന്ന ശാരികയുടെ അടുത്തേക്ക് വന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, അമ്പലത്തിൽ വെച്ച് രാജേശ്വരിയെ കണ്ടുവന്ന്. അന്നേരം അമ്മയൊന്നും ചോദിച്ചില്ലേന്ന് ശാരികയും തിരക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, അവൾ ഇവിടെ കൊണ്ടുവന്നത് അസല് സ്വർണ്ണമായിരുന്നു എന്ന് അവൾ പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അല്ലാന്ന് തെളിയിക്കാൻ നമ്മളെ തെളിവൊന്നും ഇല്ലല്ലോ എന്ന്. അന്നേരം ശാരിക ചോദിക്കുന്നുണ്ട്, അമ്മ അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്യുക? അത് സ്വർണ്ണമാണെന്ന് ധരിച്ച് ഈ വീടും സ്ഥലവും ഹോട്ടലുമൊക്കെ തീരെഴുതി കൊടുത്ത ഒരു മുദ്രപത്രം രാജേശ്വരിയുടെ കയ്യിലില്ലേ? നാളെ ഒരു കാലത്ത് അവരിവിടെ നിന്ന് നമ്മോട് ഇറങ്ങാൻ പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി കൊടുത്തല്ലേ പറ്റൂ എന്നൊക്കെ ശാരദാമ്മയോട് ചോദിക്കുകയാണ്. സ്വർണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തർക്കം പറഞ്ഞാലും അവരിവിടെ കയറി വരും, നിയമം അവരുടെ കൂടെ അല്ലേ എന്ന് അന്നേരം ശാരദാമ്മ പറയുന്നു. അമ്മയെന്നും പറഞ്ഞ് ശാരിക വീണ്ടും എന്തോ പറയാനായിട്ട് തുടങ്ങുമ്പോഴാണ് ശ്രീരഞ്ജിനി അകത്തേക്ക് കയറി വരുന്നത്. രഞ്ജിനി വന്നപാടെ ചോദിക്കുന്നുണ്ട്, അമ്മയും മോളും എന്തോ തർക്കത്തിലായിരുന്നല്ലോ, പോലീസ് ഇടപെടേണ്ടി വരുമോ എന്ന്. അന്നേരം ഒന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിയുകയാണ് ശാരദാമ്മ. അതേസമയം കസേര എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ശ്രീരഞ്ജിനിക്ക് ഇരിക്കാനായിട്ട്. ഈ ഒരു സമയത്ത് ശ്യാമയും വന്ന് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എന്താ പഠിക്കാൻ പോയില്ലേ എന്നൊക്കെ ശ്രീരഞ്ജിനിയും ചോദിക്കുന്നുണ്ട്. തുടർന്ന് ശ്യാമയോട് ചായ എടുക്കാൻ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ശ്രീരഞ്ജിനി പറയുകയാണ്, വേണ്ട, ഞാൻ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചു, ഇതുവഴി പോയപ്പോൾ കയറിയെന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ ഹോട്ടലിൽ ഉണ്ടാകുമെന്നാണ് കരുതിയത്, ആരെയും കാണാഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ എന്ന്. തുടർന്ന് ശ്രീരഞ്ജിനി ഒന്നും അറിയാത്ത പോലെ ശാരിയോട് ചോദിക്കുന്നുണ്ട്, ശാരിമോൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന്. അന്നേരം പെട്ടെന്ന് ശാരദാമ്മ പറയുകയാണ്, അവൾ 2 ദിവസത്തേക്ക് ഇവിടെ നിൽക്കാൻ വന്നതാണ്. രാജീവ് സാറിൻ്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവർ സുഖമായിട്ടിരിക്കുന്നു എന്ന് പെട്ടെന്ന് ശാരിക പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അന്നേരം വീണ്ടും ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, രാജീവ് സാറിൻ്റെ അമ്മ ഏതോ ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ കേട്ടല്ലോ, എന്നിട്ട് ശാരിക ഇതുവരെ ആ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അന്നേരം ശാരദാമ്മ പറയുകയാണ്, അവൾ നേരത്തെ അറിഞ്ഞതാണ്, പിന്നെ സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞെന്നേ ഉള്ളൂ എന്ന്. അന്നേരം ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, എന്താ ശാരദാമ്മ ഇത്? ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണോ സുഖമാണെന്ന് കള്ളം പറയുന്നത്? സുഖമില്ലാതെ വരുമ്പോഴല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടത് എന്നിങ്ങനെയുള്ള തുടരെയുള്ള ശ്രീരഞ്ജിനിയുടെ ചോദ്യം കേട്ട് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, മോൾ എന്താ പോലീസ് മുറയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അന്നേരം ശ്രീരഞ്ജിനി പറയുകയാണ്, പോലീസ് മുറ എടുക്കേണ്ടിടത്ത് എടുക്കുക തന്നെ വേണം. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, അതിനിവിടെ പ്രശ്നം എന്താ? ഇവിടെ ആർക്കും കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലോ എന്ന്. അന്നേരം ശാരികയ്ക്ക് കംപ്ലൈൻ്റ് ഇല്ലേന്നും പറഞ്ഞ് ശ്രീരഞ്ജിനി എഴുന്നേൽക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് ശാരദാമ്മ പറയുന്നു. അന്നേരം ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, ഞാൻ ശാരദാമ്മയോടല്ലേ ചോദിച്ചത്, ശാരികയോടാണ് ചോദിച്ചത്. വീണ്ടും ശാരികയോട് ശാരികയ്ക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്ന് ശാരിക പറയുന്നുണ്ട്. വീണ്ടും ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, രാജീവ് സാറോ സാറിൻ്റെ വീട്ടുകാരോ ശാരികയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? അന്നേരം ശാരദാമ്മയൊന്ന് നോക്കിയിട്ട് ഇല്ല എന്ന് ശാരിക പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ശാരദാമ്മയോട് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾക്ക് ശാരദാമ്മ സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ടോ എന്ന്. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, മോൾ എന്താ ഇങ്ങനെ ചിക്കി ചികഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? അന്നേരം ശ്രീരഞ്ജിനി പറയാണ്, ചിക്കി ചികഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനാണ് ഞാൻ ചോദിച്ചത്. തുടർന്ന് ശ്യാമയോട് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, ഈ മോളുടെ ഈ പ്രായത്തിലുള്ളവർ കള്ളം പറയാൻ പാടില്ല എന്നാണ്, മോൾ സത്യം പറ, ഇവിടെ എന്താ സംഭവിച്ചത്? അന്നേരം പേടിച്ച് ശാരദാമ്മയെ നോക്കുന്നുണ്ട് ശ്യാമ. അന്നേരം പറയരുതെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് ശാരദാമ്മ. അന്നേരം ശ്രീരഞ്ജിനി ആ ശ്യാമയുടെ നിൽപ്പ് കണ്ടിട്ട് പറയുന്നുണ്ട്, വാ തുറന്നാലല്ലേ കള്ളം പറയേണ്ടി വരുമല്ലേ, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആർക്കും കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലേ? ഞാൻ ഇറങ്ങുകയാണ്, ശാരികയ്ക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം, ഞാൻ രാജീവ് സാറിൻ്റെ വീട് വഴിയാണ് പോകുന്നത്, അവിടെ ഇറക്കാമെന്ന് ശ്രീരഞ്ജിനി പറയുന്നു. അന്നേരം ശാരിക ശാരദാമ്മയെ നോക്കുമ്പോൾ വേണ്ടാന്ന് കണ്ണുകൊണ്ടിങ്ങനെ ആംഗ്യം കാണിക്കുകയാണ് ശാരദാമ്മ. അങ്ങനെ പേടിച്ചു നിൽക്കുന്ന ശാരികയുടെ കൈ പിടിച്ചിട്ട് ശ്രീരഞ്ജിനി പറയുകയാണ്, ഇപ്പോഴാണ് രാജീവിൻ്റെ അമ്മയ്ക്ക് ശാരികയുടെ ആവശ്യം, വാ ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ശാരികയും കൂട്ടി ശ്രീരഞ്ജിനി നടക്കാൻ തുടങ്ങുമ്പോൾ ആ കൈ പിടിച്ചു മാറ്റിയിട്ട് ശാരദാമ്മ പറയുകയാണ്, ശാരികയെ കൊണ്ടുപോയാൽ ശരിയാകില്ല. അന്നേരം ശ്രീരഞ്ജിനി പറയുകയാണ്, ഇതൊന്ന് ശാരദാമ്മയുടെ വായിൽ നിന്നും വീണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. ആർക്കും പരാതിയില്ലെങ്കിലും ശ്രീരഞ്ജിനി IPS സ്വമേധയാ കേസെടുത്തിരിക്കുന്നു, ഇനിയൊരു മാപ്പ് സാക്ഷി കൂടി വരാനുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ശ്രീരഞ്ജിനി കസേരയിലേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് ശ്യാമയോട് പറയുകയാണ്, ശ്യാമേ ഇനിയൊരു ചായ ആവാം. തുടർന്ന് ശ്യാമയും അടുക്കളയിലേക്ക് പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് ശാരദാമ്മയും ശാരികയും.
തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ ഹാളിലുണ്ട് രാഘവൻ നായരും പ്രീതിയും ശാലിനിയും ഒക്കെ. അന്നേരം പ്രീതി അർജുനേട്ടനെ കണ്ടില്ലല്ലോ എന്ന് ശാലിനി പറയുന്നുണ്ട്. അർജുനേട്ടൻ വരും എന്ന് പറഞ്ഞ് ആകെ സന്തോഷത്തിലങ്ങ് നിൽക്കുകയാണ് പ്രീതി. ഈ സമയത്താണ് വിഷ്ണു ഒരു പെട്ടിയുമായിട്ട് താഴേക്ക് വരുന്നത്. എന്താ മോനെ എന്ന് ആ പെട്ടി കണ്ടിട്ട് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത് സുസ്മിതയുടേതാണ്, സുസ്മിത പോയിട്ടില്ല, പുറത്തുണ്ട് എന്ന് വിഷ്ണു പറയുന്നു. ഈ സമയത്തും സുസ്മിത സിറ്റ് ഔട്ടിൽ ആ താലിയും പിടിച്ച് തന്നെ അങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. വിഷ്ണു പറയുന്നുണ്ട് അവൾ പോയിട്ടില്ല, താലിയും പിടിച്ച് അവിടെ തന്നെ കുത്തിയിരിപ്പുണ്ടെന്ന്. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ് ഇവൾക്കെന്താ, ഇവൾക്ക് ഭ്രാന്താണോ? അന്നേരം അത് ഏറ്റുപിടിച്ച് പ്രീതി പറയുകയാണ് അച്ഛൻ ഇതുവരെയും അത് മനസ്സിലായില്ലേ? അന്നേരം രാഘവൻ നായർ പറയുകയാണ് എങ്കിൽ ആ ഭ്രാന്തിയെ അടിച്ചിറക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണിത്, അത് പാഴാക്കരുത്. അന്നേരം വിഷ്ണു പറയുകയാണ് ഞാൻ സർല ആൻറ്റിയെ വിളിച്ചിട്ടുണ്ടച്ഛാ, ഇപ്പോഴെത്തും. ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ സന്തോഷം നിൽക്കുകയാണ് ശാലിനിയും പ്രീതിയും ഒക്കെ. ഈ സമയത്ത് മുറ്റത്തെത്തുകയാണ് സരള. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ സരള സുസ്മിതയുടെ അടുത്തേക്ക് വന്ന് മോളെ നീ എന്തൊക്കെ കാണിക്കുന്നത്, വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് സുസ്മിതയുടെ കൈ പിടിക്കുകയാണ്. അന്നേരം ദേഷ്യപ്പെട്ട കൈ തട്ടി മാറ്റിയിട്ട് നിങ്ങളോട് ആരാണ് ഇവിടേക്ക് വരാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് സുസ്മിത. അന്നേരം സുസ്മിത എന്നും പറഞ്ഞ് ഉറക്കെ വിളിച്ചുകൊണ്ട് പെട്ടി കൊണ്ടുവന്ന് സുസ്മിതയുടെ അടുത്ത് വയ്ക്കുന്നുണ്ട് വിഷ്ണു. വീണ്ടും വരാനായിട്ട് പറയുന്നുണ്ട് സരള. അന്നേരം ഞാൻ വരില്ല എന്ന് 2-3 പ്രാവശ്യം പറയുകയാണ് സുസ്മിത. തുടർന്ന് രാഘവൻ നായരും ചോദിക്കുകയാണ് സുസ്മിതയെ നീ കാര്യങ്ങൾ മനസ്സിലാക്ക്, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, ഇനി നീ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഇനി നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നീ നിന്റെ വീട്ടിലേക്ക് തന്നെ പോകുന്ന രാഘവൻ നായർ പറയുന്നു. അന്നേരം പെട്ടിയെടുത്ത് വീണ്ടും സുസ്മിതയുടെ മുമ്പിലേക്ക് വച്ചിട്ട് വിഷ്ണു പറയുകയാണ് സുസ്മിതയെ നിന്റെ ബാഗ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, നീ അമ്മയോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചു പോ. ഈ ഒരു സമയത്ത് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് സത്യഭാമയും. തുടർന്ന് പ്രീതിയും പറയുന്നുണ്ട് പകൽക്കിനാവ് കണ്ട് കുറേ ജീവിതം പാഴാക്കിയതല്ലേ, ഇനിയെങ്കിലും നീ യാഥാർത്ഥ്യത്തിലേക്ക് വാ, വേറെ ആരെങ്കിലും വിവാഹം ചെയ്ത് നല്ലൊരു കുടുംബജീവിതം നീ നയിക്കുക. തുടർന്ന് സുസ്മിത ചോദിക്കുകയാണ് ശാലിനിയുടെ അഭിപ്രായം ഇത് തന്നെ ആയിരിക്കുമല്ലേ? അന്നേരം അതെയെന്ന് ശാലിനിയും പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിത പറയാണ് ശരി ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോവാം, പക്ഷെ അത് ഈ നിൽക്കുന്ന ഭാമ ആൻറ്റി പറയണം. തുടർന്ന് സത്യഭാമയുടെ ഉത്തരത്തിനായി എല്ലാവരും കാതോർക്കുകയാണ്. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. ഓക്കെ, താങ്ക്